അവിടെയാണ് ഈ കാഴ്ചയുള്ളത്. ഏകദേശം ഒരു 100 മീറ്ററോളം വെള്ളത്തിന് മുകളിലായിട്ട് ഈ റോഡിങ്ങനെ കാണാം. ഇതാണ് കൊടിയത്തൂരിലെ മറ്റൊരു കാഴ്ച. 2 ലൈറ്റ് കൊണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു പാലം. പച്ച കത്തുമ്പോൾ മാത്രം മുമ്പോട്ട് പോകാം. മണൽവാരലില്ലാത്തതുകൊണ്ട് നിറച്ച് മണലും മഴവെള്ളത്തിൻ്റെ കൂടെ വരുന്ന ചെളിയെല്ലാം കൂടെ നിറഞ്ഞിട്ട് ഇപ്പം വെള്ളം നിൽക്കാനുള്ള സ്ഥലം കുറഞ്ഞിട്ട് മൊത്തം ചെളിയും മണ്ണും മണലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികാരികളും ഭരണകൂടമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല പാലമൊക്കെ ജനങ്ങൾക്ക് പണിത് കൊടുക്കുക. വർഷങ്ങളോളം വെള്ളത്തിനടി കിടന്നിട്ടും വലിയ കാര്യമായ കേടുപാടുകളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ടാറിങ് ഇന്ന് ചെയ്താൽ നാളെ പൊളിഞ്ഞു പോകും. ഒരു സ്റ്റേറ്റ് ഹൈവേയിലുള്ള പാലമായിട്ട് കൂടി കാഞ്ഞാർ പാലത്തിന് ഒരു നടപ്പാതയോ ആവശ്യത്തിനുള്ള വീതിയോ ഇല്ല. ഇത്തവണ നടപ്പാത ഉണ്ടാകാനാണെന്ന് തോന്നുന്നു. കാര്യമായിട്ട് പണികൾ നടക്കുന്നുണ്ട്. മലങ്കര ഡാം തുറന്നുവിടുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു റോഡുണ്ട് ഈ ജലസംഭരണിക്കുള്ളിൽ. അതിൻ്റെ കാഴ്ചകളും കൂടാതെ ഡാം തുറന്നുവിട്ടപ്പോഴുള്ള റിസർവോയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൊടുപുഴ ആറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ഗ്രാവിറ്റി ഡാമാണ് മലങ്കര ഡാം. 460 മീറ്റർ നീളത്തിൽ 6 സ്പിൽവേയോട് കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണം. മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം പുറന്തള്ളുന്ന വെള്ളവും നച്ചാർ, വലിയാർ എന്നീ ആറുകളിലെ വെള്ളവും കൂടിച്ചേരുന്നതാണ് മലങ്കര ഡാമിൻ്റെ സംഭരണി. ഏകദേശം 11 ചതുരശ്ര കിലോമീറ്ററിൽ ഈ സംഭരണി വ്യാപിച്ചു കിടക്കുന്നു. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന പേരുള്ള ഈ പദ്ധതി 1994 ജലസേചനത്തിനായി തുറന്നുകൊടുത്തു. 2005 രാജ്യത്തിന് സമർപ്പിച്ചു. കനാൽ വഴി ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഈ ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളമെത്തുന്നു. ഡാമിനോട് ചേർന്ന് തന്നെ KCBയുടെ 10 മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള ഒരു പവർ ഹൗസും സ്ഥിതി ചെയ്യുന്നു. ത്രിവേണി സംഗമം മുതൽ തുടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു സംഭരണി. ഇപ്പോൾ കാണുന്നത് കാഞ്ഞാർ ഭാഗമാണ്. വെള്ളം കുറഞ്ഞതോടുകൂടി പഴയ മൺതിട്ടകളെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് ആ പച്ചപ്പ് കാണുന്നിടം വരെ വെള്ളമുണ്ടായിരുന്നതാണ്. ഒരു സ്റ്റേറ്റ് ഹൈവേയിലുള്ള പാലമായിട്ട് കൂടി കാഞ്ഞാർ പാലത്തിന് ഒരു നടപ്പാതയോ ആവശ്യത്തിനുള്ള വീതിയോ ഇല്ല. ഇത്തവണ നടപ്പാത ഉണ്ടാകാനാണെന്ന് തോന്നുന്നു. കാര്യമായിട്ട് പണികൾ നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ വെള്ളം കുറയുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന റോഡിൻ്റെ ഒരു ഭാഗം. ഇത് കൊടിയത്തൂർ കത്തോലിക്ക പള്ളിയുടെ വലതുഭാഗമാണ്. ഇവിടെ ഏകദേശം ഒരു 150 മീറ്ററോളം ഈ വഴി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഡാമിൻ്റെ പൂർണ്ണ സംഭരണശേഷി എത്തുമ്പം ഈ ഭാഗമെല്ലാം പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലാവും. 43 മീറ്ററിൽ വെള്ളം എത്തുമ്പോഴാണ് സാധാരണഗതിയിൽ ഡാം തുറന്നുവിട്ട് വെള്ളത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡാമിൻ്റെ ചുറ്റും ജനവാസ മേഖല ആയതിനാലും ഇതൊരു പരന്ന പ്രദേശമായതുകൊണ്ടുമാണ് വെള്ളപ്പൊക്ക സാധ്യത മുൻകൂട്ടി കണ്ട് തുറന്നു വിടുന്നത്. ഇതാണ് കൊടിയത്തൂരിലെ മറ്റൊരു കാഴ്ച. 2 ലൈറ്റ് കൊണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു പാലം. പച്ച കത്തുമ്പോൾ മാത്രം മുമ്പോട്ട് പോകാം. ഒരു സമയം ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാനുള്ള വീതിയേ ഈ പാലത്തിനുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഈ ലൈറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും വഴക്കിനൊക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ അധികാരികളും ഭരണകൂടമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല പാലമൊക്കെ ജനങ്ങൾക്ക് പണിത് കൊടുക്കുക. കൊടിയത്തൂരിൻ്റെ ഈ ഭാഗത്തൊക്കെ 2 സൈഡിലേക്കും വെള്ളം നല്ലപോലെ കയറി കിടന്നിരുന്നതാണ്. ഈ ഒരു പാലം എല്ലാവർക്കും തന്നെ പരിചയമുള്ളതായിരിക്കും. കുറേ സിനിമകളിലും റീൽസിലൊക്കെ വന്നിട്ടുള്ള പാലമാണ്. കൊടിയത്തൂർ വാനക്കാവ് ക്ഷേത്രത്തിനടുത്താണ് ഈ പാലമുള്ളത്. ഇവിടെ എല്ലാം വെള്ളം കയറി കിടന്നിരുന്നതായിരുന്നു. എല്ലാം ഇപ്പം മണ്ണ് മാത്രമേ ഉള്ളൂ. ഈ റിസർവോയറിലെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മണൽവാരലില്ലാത്തതുകൊണ്ട് നിറച്ച് മണലും മഴവെള്ളത്തിൻ്റെ കൂടെ വരുന്ന ചെളിയെല്ലാം കൂടെ നിറഞ്ഞിട്ട് ഇപ്പം വെള്ളം നിൽക്കാനുള്ള സ്ഥലം കുറഞ്ഞിട്ട് മൊത്തം ചെളിയും മണ്ണും മണലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു പ്രളയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാവും. ഇത് നമ്മുടെ ശങ്കരപ്പള്ളി ഭാഗമാണ്. ഇവിടെയും പച്ചപ്പ് കാണുന്നിടം വരെ എല്ലാം നികന്ന് വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പം മൊത്തം ചെളി കാണാം. ഈ ഭാഗം മൊത്തം ചെളിയാണ്. പഴയ തെങ്ങിൻ്റെ കുറ്റിയൊക്കെ കാണാം. ഇത് ശങ്കരപ്പള്ളിയുടെ മറ്റൊരു ഭാഗമാണ്. ഒരു ചെറിയ തോട് വന്ന് ചേരുന്നുണ്ട് റിസർവോയറിലേക്ക്. നമ്മൾ മുൻപേ പറഞ്ഞ റോഡിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു ഈ കാണുന്ന ഭാഗം. കൊടിയത്തൂർ കണ്ടതും ഈ റോഡിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ഇത് ശങ്കരപ്പള്ളിയിലുള്ള കോളനി ഭാഗമാണ്. അവിടെയാണ് ഈ കാഴ്ചയുള്ളത്. ഏകദേശം ഒരു 100 മീറ്ററോളം വെള്ളത്തിന് മുകളിലായിട്ട് ഈ റോഡിങ്ങനെ കാണാം. മീൻ പിടിക്കാൻ കൊണ്ടുവന്നൊരു വള്ളമൊക്കെ കിടപ്പുണ്ട് ഇവിടെ. വർഷങ്ങളോളം വെള്ളത്തിനടി കിടന്നിട്ടും വലിയ കാര്യമായ കേടുപാടുകളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ടാറിങ് ഇന്ന് ചെയ്താൽ നാളെ പൊളിഞ്ഞു പോകും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പഴയ ടാറിങ്ങിൻ്റെയും കെട്ടിൻ്റെയൊക്കെ ഗുണം അത് പറയാതിരിക്കാൻ വയ്യ. ഇത് പഴയ തൊടുപുഴ മൂലമറ്റ റോഡായിരുന്നു എന്ന് തോന്നുന്നു. 2 പേരിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ചൂണ്ടയിടാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ട് തന്നെയാണിപ്പം. ഇപ്പോൾ കാണുന്ന ഈ ഭാഗം മുട്ടം മാത്തപ്പാറയാണ്. ഇവിടെയും വെള്ളം ഒത്തിരി താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. വെള്ളം കുറഞ്ഞ സമയമായതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരു സബ്മേഴ്സിബിൾ മോട്ടർ കുത്തി നിർത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ വെള്ളത്തിൻ്റെ ഒരു ലെവല് എത്രയായിരുന്നെന്ന്. അപ്പോൾ ശരി, ഒരു വലിയ മഴ വന്നുണ്ട്. ഈ ഒരു ചെറിയ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോ കാണുന്നതിനായിട്ട് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്